കരവിരുതിന്റെ താളമേളത്തിൽ കസാമിയ ഒരുക്കുന്ന രുചിയുടെ ഇന്ദ്രജാലം ഇനി കരുളായിലും. ഇനി ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയുടെ സ്വാദ്. കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ബൈപ്പാസ് റോഡ്, കരുളായി. അവർ ബ്രാഞ്ചസ് പൂക്കോട്ടുംപാടം, കാളികാവ്. നരഭോജിക്കടുവയെ പിടികൂടാത്തതിൽ മലയോര മേഖലാ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും ശനിയാഴ്ച കാളികാവിൽ. മലയോര മേഖലയിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കാളികാവ് മലയോര മേഖലാ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും നാളെ രാവിലെ നടക്കും. കാളികാവ് അടയ്ക്കാക്കുണ്ട് റൌത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയെ 15 ദിവസം കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. ശനിയാഴ്ച രാവിലെ 10-ന് കാളികാവ് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാർച്ച് അങ്ങാടി ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ സമ്മേളനങ്ങളോടെ സമാപിക്കും. നമ്മുടെ കാളികാവ് പഞ്ചായത്തിൽ 2 ആഴ്ചയായിട്ട് ഇന്ന് ഈ നാട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. വന്യമൃഗ ശല്യം കാലങ്ങളായി അതിരൂക്ഷമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മലനാട്ടിൽ കുറേ പ്രാവശ്യം ഞങ്ങൾ അധികാരികളുമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി പരാതിയായിട്ടും അപേക്ഷയായിട്ടും റിക്വസ്റ്റായിട്ടൊക്കെ ഞങ്ങൾ കൊടുത്തു. നിർഭാഗ്യവശാൽ ഞങ്ങൾക്കൊന്നും അതിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രതിഫലം കിട്ടിയില്ല. ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ അതിരൂക്ഷമാണ്. കടുവയാണെങ്കിലും ആനയാണെങ്കിലും പുലിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കാട്ടുമൃഗങ്ങൾ എന്ന് പറയുന്ന മാതിരി കുരങ്ങ്, അതുപോലെ തന്നെ പന്നി, മയിൽ മുതലായവ മുഴുവൻ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരുന്ന ഈ വനാതിർത്തിയോട് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അടക്കാക്കുണ്ട്, പാന്തറ, മഞ്ഞൾപ്പാറ പോലുള്ള പ്രദേശങ്ങൾ, അതുപോലെ ചോക്കാടിൻ്റെ ഒരു ഭാഗം, ഈ പ്രദേശങ്ങളിലൊക്കെ കർഷകർ ഇന്ന് വളരെയധികം ശ്വാസം മുട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ്. ഞങ്ങളൊക്കെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഞങ്ങളൊക്കെ വളരെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ ഒരു സഹോദരൻ 2 ആഴ്ച മുമ്പ് അത് ദാരുണമായ ഒരു കടുവയാൽ കൊല്ലപ്പെടുകയും അദ്ദേഹം ഇന്ന് 6 അടി മണ്ണിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിയോഗം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ ഈ നാടിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഒരു നൊമ്പരമായി നിലനിൽക്കുകയാണ്. അതിന് ഇന്ന് വരെ 2 ആഴ്ച ആയിട്ടും ഇതുവരെ ഇവരുടെ ഫോറസ്റ്റ് ആയാലും അവരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കൂട് വെച്ചും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഈ കടുവ ഈ 2 ആഴ്ചയായിട്ടും 8 പ്രദേശത്ത് 8 വട്ടം ഈ കടുവനെ ഞങ്ങൾ കർഷകരും അതുപോലുള്ള ആളുകളൊക്കെ കണ്ടു. പക്ഷേ ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ട് ഇതിൻ്റെ നിയമവ്യവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ഈ നാടിനെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ. പിന്നെയും ഈ പല സംഘടനകളും പല പാർട്ടികളൊക്കെ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നാട്ടിലുള്ള കർഷകരെയും മറ്റ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഞങ്ങൾ നാളെ ഇവിടെ ബ്ലോക്ക് ഓഫീസ് മുതൽ ഒരു സമരം ആരംഭിക്കുകയാണ്. ഒരു 10 മണി ഒക്കെ ആരംഭിച്ച് ഒരു മണി വരെ ഞങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന രീതിയിൽ ഈ മുഴുവൻ ആളുകളെയും ഉദ്യോഗസ്ഥരെയും ഈ സമരം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ 1-2 അടിസ്ഥാനപരമായ കാരണങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു സമരം നടത്തുന്നത്. പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന അവസരമാണ്. ഇവർ ഇനിയും ഇപ്പോൾ 2 ആഴ്ചയായി 3 ആഴ്ച അങ്ങനെ നീണ്ടു പോയാൽ കുട്ടികൾക്ക് സ്കൂളുകൾക്കും മദ്രസക്കും ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലക്ക് അതിന് വേണ്ട സംരക്ഷണം അത് ഏത് ഭാഗത്തു നിന്നൊക്കെയാണ്, പ്രത്യേകിച്ച് സ്കൂളുകളിലേക്കും മദ്രസയിലേക്കും വരുന്ന കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത, സാമൂഹിക, രാഷ്ട്രീയ പ്രവർത്തകർ അണിനിരക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ കിഫ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അലക്സ് ഒഴികയിൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സിറാജുദ്ദീൻ, പി ഷിജിമോൾ, വി എസ് പൊന്നമ്മ തുടങ്ങിയ പ്രമുഖർ സംസാരിക്കുമെന്ന് മലയോര മേഖലാ സംരക്ഷണ സമിതി ഭാരവാഹികളായ സക്കീർ വാടയിൽ, സി എം ഫൈസൽ, മാനു പൂവളപ്പിൽ, നസീർ ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.